എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ആശംസകൾ ഹൃദ്യമായി ഞാൻ നേരുകയാണ്. ഈ ദിനത്തിൽ നിങ്ങളോട് പറയാൻ ഒരു കൊച്ചു കാര്യം ഞാൻ ഓർക്കുക. ഒരിക്കലൊരു ദിവസം എന്നെ അറിയാവുന്ന ഒരു പയ്യൻ വന്ന് എന്നോട് പറയുമായിരുന്നു, സിസ്റ്ററെ, ഇന്ന് എൻ്റെ കുരിശു മരണത്തിൻ്റെ ദിനമാണ്. അപ്പോൾ ഞാൻ ആകെ അത്ഭുതപ്പെട്ട് നോക്കി, നിൻ്റെ കുരിശുമരണത്തിൻ്റെ ദിനമോ? അപ്പോൾ അവൻ്റെ കൂടെ ഒരു ഭാര്യയുണ്ടായിരുന്നു. ആ, കുരിശുമരണത്തിൻ്റെ ദിനമായതുകൊണ്ട് ഇന്ന് സിസ്റ്ററിനെ ഞങ്ങൾ കാണാൻ വന്നേ. ദേ, ഈ കുരിശിനെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് 18 കൊല്ലമായി നിന്ന്. 18 12 കൊല്ലം ആയിരുന്നു. അപ്പോൾ അവൾ ചിരിച്ചു. അവൾ പറഞ്ഞു, എൻ്റെ സിസ്റ്ററെ, ഞങ്ങളുടെ വിവാഹ വാർഷിക ദിനമാണ്, അതിനെയാണ് ചേട്ടൻ പറയുന്നത് ഇന്ന് കുരിശു മരണ ദിനമാണെന്ന്. എന്നിട്ട് അവൾ കൂട്ടിച്ചേർത്തു, എന്താണ് അത് ഈ കുരിശു മരണ ദിനം എന്ന് പറയണേന്ന് ചോദിച്ചപ്പോൾ കൂട്ടിച്ചേർത്തു, അതെ, കല്യാണം ആലോചിക്കുന്ന സമയത്ത് അപ്പൻ്റെ വീട്ടുകാരൊരു കല്യാണക്കാരി കൊണ്ടുവന്നു, അമ്മയുടെ വീട്ടുകാരൊരു കല്യാണക്കാരി കൊണ്ടുവന്നു. അമ്മയുടെ വീട്ടുകാർ കൊണ്ടുവന്ന സാധനമാണ് ഈ നിൽക്കുന്ന കുരിശ്. അവൾ എൻ്റെ കുരിശായി. എന്താണ് ഞാൻ ചോദിച്ചു, എന്താണ് നീ കുരിശെന്ന് പറയണേ? അപ്പൻ്റെ വീട്ടുകാരൊന്ന് കൊണ്ടുവന്ന പെണ്ണുണ്ടല്ലോ, അവളെ ഞാൻ കെട്ടിയിരുന്നെങ്കിൽ ഇത് ഞാൻ ആരാകുമായിരുന്നു എന്നറിയോ? അതിൻ്റെ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചപ്പോൾ അവൻ പറയാണ്, അവൾ കല്യാണം കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും അവൾ PSC ടെസ്റ്റ് എഴുതി, അവൾക്ക് ഗവൺമെൻറ്റിൻ്റെ ജോലി കിട്ടി, അവൾ നല്ല ശമ്പളം വാങ്ങിയത് പെണ്ണായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ കൂട്ടുകാരൻ തന്നെയാണ് ആ പെണ്ണിനെ കെട്ടിയത്. അന്ന് ഞാൻ ഈ കുരിശിനെ കെട്ടാൻ കാരണം ഇവളുടെ തൊലി നിറം കണ്ടിട്ടാണ്. പക്ഷേ മറ്റേ പെണ്ണ് അത്ര കളറൊന്നും ഉണ്ടായിരുന്നില്ല, കാണാൻ അത്ര മെനയുണ്ടായിരുന്നില്ല. ഇവളുടെ തൊലി നിറം എന്നെ പെടുത്തി, അത്രയല്ലേ പറയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ഈ കുരിശിനെ കിട്ടിയിട്ട് എനിക്ക് ഇത്രയും കാലമായിരുന്നു. പ്രിയമുള്ളവരെ, മറ്റേ പെണ്ണിനെ കല്യാണം കഴിഞ്ഞ് ജോലി കിട്ടി, അവൾ കാറ് മേടിച്ച് കാറ് ഓടിപ്പിച്ച് കൂട്ടുകാരനെ അടുത്തിരുത്തിയിട്ട് അവളുടെ പോക്കം കൂടെ കാണുമ്പോൾ അത് എൻ്റെ വായിൽ വെള്ളം ഊറാറുണ്ടെന്നാണ് ആ ചെക്കൻ പറഞ്ഞത്. എന്ന് വെച്ചാൽ ആ ചെറുക്കൻ്റെ ജീവിതത്തിൽ അന്ന് എന്നെ കാണുന്ന ആ സമയത്ത് അവൻ്റെ സ്വന്തം പെണ്ണിനെയാണ്, പെണ്ണിൻ്റെ മുമ്പിൽ നിന്നിട്ടാണ് പറയുന്നത് ഇവളെൻ്റെ കുരിശാണെന്ന്. അത് എന്താ കാരണം? നാശത്തിലൂടെയാണ് ഈ പെണ്ണിനെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ചരിച്ചത് എന്നാണ് അതിൻ്റെ അർത്ഥം. വിശുദ്ധ പൗലോസിലെ കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഭോഷത്വമാണ്, രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തിയാണ്. ഈ പയ്യൻ തന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, സിസ്റ്ററെ, ഇവളാണ് എൻ്റെ സത്യത്തിലുള്ള കുരിശ് എന്ന്. അപ്പം ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തി. ഇപ്പോഴും നീ വീണ്ടും തന്നെയാണ് പറയണേ. അപ്പോൾ ആ പെണ്ണ് പറയായിരുന്നു, സിസ്റ്ററെ, കല്യാണം കഴിഞ്ഞ് ഒരു രാത്രി പോലും ഇവൻ പറയാത്ത ദിവസമില്ല ഈ കുരിശിനെ കെട്ടിയതാണ് എൻ്റെ പരാജയം എന്ന്. പക്ഷെ ഇപ്പോൾ കുറേ നാളായിട്ട് ഇവൻ പറയാണ് ഇവളാണ് എൻ്റെ രക്ഷ എന്ന്. അപ്പം ഞാൻ ചോദിച്ചു, അതെന്തി അങ്ങനെ ഒരു മനംമാറ്റം? അപ്പോൾ അവൻ പറഞ്ഞു, ഇല്ല സിസ്റ്ററെ, ഒരു 5-6 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും അവള് പുറത്തു പോയി, ഇറ്റലിയിൽ പോയി, ഹോം കെയറിന് പോയി. അവൾ നോക്കിയ അമ്മമ്മ അവൾക്ക് വലിയ സഹായം ചെയ്തു, വലിയൊരു ഭീമമായ സ്വത്തിൻ്റെ ഉടമയാണ്. ഇപ്പം ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് ജീവിക്കുന്നു, ഇവളിലൂടെ തന്നെ രക്ഷ എനിക്ക് കൈവന്നു എന്ന്. ഒരുപക്ഷെ താൽക്കാലികമായിട്ട് നമ്മൾ കാണുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ വെച്ചിട്ട് തിന്മ ഭവിക്കുമ്പോൾ അത് കുരിശാണെന്ന് പറയും, നന്മ ഭവിക്കുമ്പോഴും നമ്മൾ അറിയാണ്ട് കുരിശാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും നന്മയോ തിന്മയോ എന്നതല്ല, നമ്മുടെ മനോഭാവമാണ് കുരിശിന് അർത്ഥം കൊടുക്കുന്നത്. ഒരു തിന്മ വന്നപ്പോൾ അവൻ പറഞ്ഞു, അതേ തിന്മ എന്ന് പറയുന്ന അതേ വ്യക്തിയിലൂടെ തന്നെ അവൻ്റെ ജീവിതത്തിൽ നന്മ വന്നപ്പോഴും അവൻ പറഞ്ഞത് സത്യത്തിൽ ഇവള് തന്നെയാണ് എൻ്റെ രക്ഷ എന്ന്. പ്രിയമുള്ളവരെ, കുരിശിനോടുള്ള നമ്മുടെ മനോഭാവമാണ് ദൈവത്തിൻ്റെ ശക്തിയാണോ അതോ നാശത്തിലൂടെ ചരിക്കുന്നവർക്കത് ഭോഷത്വമാണോ എന്നത് തീരുമാനിക്കുന്നത്. നമുക്കൊരു കാര്യം തീരുമാനിക്കാം, ഇന്ന് കുരിശിൻ്റെ മഹത്വീകരണ തിരുനാളാണ്. ആ തിരുനാളിൻ്റെ ദിനത്തിൽ നമുക്കിന്ന് ചിന്തിക്കേണ്ട ഒരേ ഒരു കാര്യം, എൻ്റെ അനുദിന ജീവിതത്തിലെ ചെറുതും വലുതുമായ കുരിശനുഭവങ്ങളെ രക്ഷയുടേതാക്കിയാണോ ഞാൻ കാണുന്നത് അതോ നാശത്തിലേക്കുള്ള വഴിയായിട്ടാണോ ഞാൻ അതിനെ കാണുന്നത്? എൻ്റെ മനോഭാവം എന്താണ്? എൻ്റെ മനോഭാവത്തെ രക്ഷയുടെ മനോഭാവമാക്കി ജീവിതത്തിലെ അനുദിന ജീവിതത്തിലെ ചെറുതും വലുതുമായ കുരിശുകളെ സ്നേഹത്തോടെ നമ്മൾ രക്ഷയുടെ മാർഗമായിട്ട് അതിനെ സ്വീകരിച്ചാൽ അത് നമുക്ക് ദൈവത്തിൻ്റെ ശക്തിയാണ്. ദൈവത്തിൻ്റെ ശക്തി എന്നിലും നിന്നിലും ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഏത് പരാജയത്തെയും ചെറുത്ത് തോൽപ്പിക്കാനുള്ള വലിയ ശക്തി ദൈവം നമുക്ക് തരും. ഈ കുരിശിൻ്റെ രക്ഷയുടെ മഹത്വം ആസ്വദിക്കാനും ആ രക്ഷ ദൈവത്തിൻ്റെ ശക്തിയാണെന്ന് തിരിച്ചറിയുവാനും അത് വേണ്ടതുപോലെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനും എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് സ്നേഹത്തോടെ ഞാൻ ആശംസിക്കുന്നു. നിങ്ങൾക്ക് നന്ദി.